ഗുഡ് മോർണിംഗ്. നമ്മുടെ കോരയല്ലേ? അതെ അതെ. ഇതെന്ത് വേഷമായവന്റെ? കാലത്ത് തന്നെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോണ്ട് വന്നതാവും. മീറ്റ് രഞ്ജിനി ഹരിദാസ്, സുനിലോജി. അടുത്ത കോടാലി. വിവാദ ചർച്ചകൾക്കിടയിൽ നിൽക്കുന്ന സുനിലോജിക്ക് രഞ്ജിനി ഹരിദാസ് നൽകുന്ന പിന്തുണയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഇതൊരു പുതിയ കേസാണല്ലോ. ശരിയാണോ ഇല്ലയോ? അല്ല, എനിക്ക് തെളിവുകളുണ്ട്. എന്ത് തെളിവ്? തൂക്കിയല്ലോ നാഥ. പടച്ചോനെ, കുടുങ്ങിയ കുടുങ്ങി. ഇപ്പോഴും സുനിലോജിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന രഞ്ജിനി ഹരിദാസ് തന്നെയാണ് അന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന അവതാരിക. മൊയിലാളിക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ കണ്ണൻ തിരുവും കാണിച്ചത്. എന്ത് ചെയ്യുന്നു? ഇല്ലാത്ത പൊല്ലാപ്പൂയ ഉണ്ടാക്കി ഞമ്മളെ കൊടുക്കാനുള്ള കറി ഓളുടെ കൈ കൊണ്ടു കൊടുത്തതാ. ചവത്തി കുത്തല്ലേ. ഇനി പരുവത്തിൽ മൊയിലാളി വിചാരിച്ചാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ. നമ്മളെന്താക്കാനാ? നമ്മളെ നടി എങ്ങനെ കഴിച്ചിലാക്കണമെന്ന് വിചാരിച്ചിട്ട് ബേജാറായിരിക്കുകയാണ് ഞമ്മള്. ഉണ്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പാണ്ടികളെ പോലെ ഡ്രസ് ചെയ്ത് തന്നെ, തമിഴന്മാരെ പോലെ ഡ്രസ് ചെയ്ത് VIP തന്നെ. എന്നിട്ട് ഇവര് മറ്റേ തറവാടില് അല്ലെങ്കിൽ മൂന്നാർ അങ്ങനെ സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒരിക്കലാണ് വന്നത്. അവിടെ പണമുള്ള വിദേശത്ത് നിന്ന് വന്ന ആൾക്കാരെ അവിടുന്ന് പെണ്ണുങ്ങൾ ഇറക്കുക. അതെ, നല്ല കിളി പോലത്തെ പെണ്ണുങ്ങൾ. തോമസ് ഊട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. പാണ്ടി പാർട്ടി എന്ന ലഹരി പാർട്ടി കണ്ടക്ട് ചെയ്ത മീഡിയാസ് പേര് പറയാത്തൊരു വ്യക്തിയാണ് സുനിലോജി. മനഃപൂർവ്വമല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. പാണ്ടി പാർട്ടി എന്ന പേരിൽ ഇയാൾ മുമ്പ് മൂന്നാറിൽ ലഹരി മരുന്ന് പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ അവതാരക അടക്കമുള്ളവർ പങ്കെടുത്തു. ഇനി ഒരു ബയ്യേ ഉള്ളു. എന്തൊരു ബൈ? നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് വിട്ടോ. മൊയിലാളി വേണ്ട, ഒന്നും കേക്കണ്ട. നിങ്ങളുമായിട്ടുള്ള സർവ്വ കറാമത്തുകൾ ഇന്നത്തെ കൊണ്ട് നിർത്തിയിരിക്കണം. വെറുതെ ബേലിമേരുന്ന പാമ്പിനെ എടുത്ത് അലമാരിയിൽ വെച്ചല്ലേ. ഇപ്പൊ ഞാൻ വേലി കിടന്ന പാമ്പായി അല്ലേ? ഏത് VIP യൂണിഫോം മുതൽ വെറും RIP ആണെന്ന് സത്യം എനിക്കിപ്പോ ബോധ്യപ്പെട്ടു. കേരളത്തിൽ ഒരു വശത്ത് മയക്കുമരുന്നിനെതിരെയും അത് ഉപയോഗിക്കുന്നവർക്കെതിരെയും ശക്തമായ പ്രചാരണം നടക്കുമ്പോൾ മറ്റൊരു വശത്ത് സുനിലോജിയെ പോലുള്ള ആളുകൾ തന്റെ തറവാട് വീട്ടിലെ ലഹരി ഉപയോഗം പരസ്യമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ നിയമത്തെ വെല്ലുവിളിക്കല്ലേ ചെയ്യുന്നത്. എന്നാ കുറിച്ചാ വരാൻ പോണേന്ന് എനിക്കൊന്നും അറിയാൻ മേലേ എന്റെ കർത്താവേ. മോളിൽ ആകാശവും താഴെ ശൂന്യാകാശവും അടക്കുന്നത് നമുക്ക് എന്ത് പുല്ല് പോകാനായിരിക്കും. ചോദിക്കാനുള്ള ചോദിക്കാൻ ചെയ്യും. അപ്പൊ ഏത് അഡിയോസ് അമിഗോസ്. ഇതൊരു തുടക്കം മാത്രമാണ്. അവസാനം കാണാൻ പോകുന്നതേയുള്ളൂ.